എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളിന്ന് നമ്മുടെ തൃക്കേ അമ്പലത്തിലേക്ക് മഹാദേവ ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതല്ല, അവിടെ മാവും പ്ലാവും നിൽപ്പുണ്ട്, അതാണ് ഞാൻ കാണിച്ചത്. മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മുടെ താഴെ റോഡിൽ എൻ്റെ കൈയുടെ ഒരു മറവാണ് അവിടെ താഴെ റോഡിൽ വന്നു. ഇവിടുന്ന് താഴോട്ട് പോകുന്നത് മുണ്ടമല റോഡാണ്, മുണ്ടമല. പിന്നെ ഇവിടുന്ന് എങ്ങോട്ടാ ഇപ്പം കാണിച്ചു തരാം. അത് കുമ്പനാട് റോഡ്. കുമ്പനാട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ വിദേശികൾ ഉള്ള സ്ഥലമാണ് കുമ്പനാട്. ഇത് നമ്മൾ പുറമേട്ടത്. ഈ കാണുന്ന വീട് ഒരു സിനിമാ നടൻ്റെ വീടായിരുന്നു, പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മഹാദേവ ക്ഷേത്രത്തിലോട്ട് പോവാം. അപ്പം ക്ഷേത്രത്തിലെത്തി. അപ്പം അവിടെ ചെന്നപ്പം ദേവന് അന്നം കൊടുക്കുന്ന അന്നമൂട്ട് സമയമായിരുന്നു. അപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ടും ബാക്കും എല്ലാം അടച്ചിട്ടേക്ക്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി നേരം വീഡിയോ എടുക്കാൻ പറ്റി. ഞാൻ എന്ത് വിഷമമുണ്ടെങ്കിലും ഓടി വരുന്നത് ഇവിടെ. എനിക്ക് അങ്ങനെ എൻ്റെ വിഷമങ്ങൾ പറയാനുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പം ഇവിടെ വന്ന് ഞാൻ ഒന്നും പറയാതെ തന്നെ ഞാൻ ഇവിടുന്ന് ചെന്നാൽ മതി. അവിടെ ചെല്ലുന്നു, ദേവനെ കാണുന്നു. പിന്നെ അവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അങ്ങനെ അധികം ഉത്സവ സീസണൊക്കെ വരുമ്പോഴേ ആളൊക്കെ കൊടുത്തുള്ളൂ. ശനിയാഴ്ച പ്രദോഷങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ ആൾ കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നല്ല ശാന്തമായിട്ട് നമ്മുടെ അതിൻ്റെ കടവ്. അപ്പം ഞാനിവിടെ വന്ന് ഒരു ജലധാരയും പിൻവിളക്കം നടത്തി കഴിയുമ്പോൾ എൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ മഹാദേവൻ മാറ്റിത്തരും. നമ്മൾ അച്ചിട്ടാട്ടോ അവിടെ വന്ന് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. നല്ല ഭംഗിയുള്ളൊരമ്പലമല്ലേ, നോക്കിക്കേ, കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ. വിദേശത്തൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പം മനസ്സിനും കണ്ണിനും ഒരു കുളിർമ കിട്ടും. പിന്നെ അവിടുന്ന് ഞാൻ കടവും കൂടെ ഒന്ന് കാണിക്കാം. എനിക്ക് പേടിയാണ്, വെള്ളമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിൽ 2 പരുന്തുണ്ടായിരുന്നു. അപ്പം എൻ്റെ കാൽപാദത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് പരുന്ത് പറന്നുപോയി. പാവം പിടിച്ച എന്നെ ഈ പരുന്ത് പരീക്ഷിക്കുന്നല്ലോ മഹാദേവ. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഞാൻ ഓടി വരുന്നത് ഇവിടെ വിട്ടാൽ വന്ന് എൻ്റെ പ്രയാസങ്ങളൊക്കെ പറയും. ഈ ആറ്റിലോട്ടല്ല, നല്ല ഭംഗിയില്ലേ. ഇത് കാണുമ്പോൾ നമുക്ക് സഹ്യസാനുശ്രുതി ചേർത്ത് വെച്ച പാട്ട് നമുക്ക് ഓർമ്മ വരും അല്ലേ. നല്ല പരുന്ത് പറന്നു പോകുന്നുണ്ടോ. 2 പരുന്തുണ്ടായിരുന്നു. അപ്പം മഹാദേവനും പാർവതി ദേവിയായിരിക്കും അല്ലേ, ആയിരിക്കും. വിശ്വാസമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മഹാദേവൻ എല്ലാവരെയും രക്ഷിക്കും. മഹാദേവൻ്റെ ഐശ്വര്യം എല്ലാവർക്കും കിട്ടട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മഹാദേവൻ്റെ ഐശ്വര്യം കിട്ടട്ടെ. അപ്പം അങ്ങനെ ഇവിടെ മൊത്തം ജാതിയായിരുന്നു. പണ്ട് ജാതിയുടെ ഒരു കേന്ദ്ര സ്ഥാനമായിരുന്നു. കാടായിരുന്നു, മൊത്തം കാട്. ഇപ്പോൾ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാം തനി ഗ്രാമത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഇതൊക്കെയാണെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും കൂടെ ചെയ്യണം. ഞാൻ ഒരു പാവമല്ലേ, എന്നെ എല്ലാവരും ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നാണ് പോകുന്നത്. വണ്ടിയില്ല, വീടില്ല, കൂടില്ല, ഒന്നുമില്ല. അതുകൊണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടുന്ന് നടന്ന് നമ്മൾ നേരെ പുറത്തെത്തുന്നിടം വരെ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യണം. ചെയ്താൽ മഹാദേവൻ്റെ അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കാം.
മഹാദേവൻ ക്ഷിപ്ര വരദായിനിയാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ്.